HCL ടെക്നോളജിയുടെ ക്വാർട്ടർലി റിസൾട്ട് ഒന്ന് Q3 റിസൾട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ടോട്ടൽ ഇൻകം 30,367 കോടിയാണ്. കഴിഞ്ഞ വർഷം ഡിസംബറിൽ 28,816 കോടിയായിരുന്നു അതിൻ്റെ ടോട്ടൽ ഇൻകം ഉണ്ടായിരുന്നത്. ഇയർ ഓൺ ഇയർ ബേസ് ചെയ്തിട്ട് 5% അപ്പ് അതിൻ്റെ റവന്യൂവിൽ വന്നിട്ടുണ്ട്. കഴിഞ്ഞ ക്വാർട്ടറിൽ 29,318 കഴിഞ്ഞ സെപ്റ്റംബർ ക്വാർട്ടറിൽ 29,318 അതിൻ്റെ റവന്യൂ. അതിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ 3% ടോട്ടൽ ഇൻകത്തിൽ മാറ്റം വന്നിട്ടുണ്ട്, കൂടിയിട്ടുണ്ട്. ടോട്ടൽ എക്സ്പെൻസ് കഴിഞ്ഞ വർഷത്തെ ഡിസംബർ ക്വാർട്ടറിൽ നോക്കുമ്പോൾ 22,942 കോടിയായിരുന്നു. ഇപ്പോൾ 24,235 കോടി കൂടിയിട്ടുണ്ട്. കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് നോക്കുകയാണെങ്കിൽ ഈ ക്വാർട്ടറിൽ 4,594 കോടിയാണ് ഈ തേർഡ് ക്വാർട്ടറിൽ വന്നിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഡിസംബർ 2023 4,351 കോടിയായിരുന്നു. കഴിഞ്ഞ ക്വാർട്ടറിനെ അപേക്ഷിച്ച് 6% ഈ ക്വാർട്ടറിൽ വർധനവുണ്ടായിട്ടുണ്ട് പ്രോഫിറ്റിൽ. കഴിഞ്ഞ സെപ്റ്റംബർ ക്വാർട്ടറിൽ 4,237 അതിന് കമ്പയർ ചെയ്യുമ്പോൾ 8% പ്രോഫിറ്റ് ഗ്രോത്ത് വന്നിട്ടുണ്ട് HCL ടെക്നോളജി. അതിൻ്റെ EPS നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ക്വാർട്ടറിൽ കഴിഞ്ഞ ഡിസംബർ 2023 അതിൻ്റെ EPS 16% ആയിരുന്നു. ഇപ്പോൾ അത് 17 അടുത്ത് 16.93 അടുത്ത് വന്നിട്ടുണ്ട്. കമ്പനി 18 രൂപ ഡിവിഡൻഡ് ഇതിൻ്റെ കൂടെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇൻ്ററിം ഡിവിഡൻഡായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ നല്ല റിസൾട്ടാണ്. ബ്രോക്കിംഗ് ഫേമുകൾ പറഞ്ഞതിന് അപേക്ഷിച്ച് കമ്പയർ ചെയ്യുമ്പോൾ ബ്രോക്കിംഗ് ഫേം ആവറേജായി പറഞ്ഞത് 30,100 കോടിയാണ് അവർ ആവറേജായിട്ട് റവന്യൂ പറഞ്ഞത്. പക്ഷേ 30.367 കോടിയോളം മൊത്തം ഇൻകം വന്നിട്ടുണ്ട്. ബ്രോക്കറേജ് ഹൗസ് പറയുന്നെങ്കിൽ കൂടുതലായിട്ട് അതിൻ്റെ റവന്യൂ വന്നിട്ടുണ്ട്. അതിൻ്റെ പ്രോഫിറ്റ് പറയുകയാണെങ്കിൽ 4,500 കോടിയാണ് ആവറേജായിട്ട് ബ്രോക്കിംഗ് ഫേമുകൾ പറഞ്ഞത്. 4,594 പറഞ്ഞ ആ ലെവലിൽ തന്നെ പ്രോഫിറ്റും വന്നിട്ടുണ്ട്. മൊത്തത്തിൽ HCL ടെക്നോളജിയുടെ ക്വാർട്ടർലി റിസൾട്ട് നല്ല റിസൾട്ടായിരുന്നു. അതുകൂടാതെ ഡിവിഡൻഡായിട്ട് 18 രൂപ പ്രഖ്യാപിച്ചും ചെയ്തിട്ടുണ്ട്.